ഗണേഷ് കുമാർ നല്ലൊരു മന്ത്രിയാണെങ്കിലും നല്ലൊരു ഭർത്താവല്ല എന്നതാണ് യാഥാർത്ഥ്യം. കെ.ബി. ഗണേഷ് കുമാർ മന്ത്രിയായിരിക്കെ തന്നെയാണ് കഴിഞ്ഞ യു.ഡി.എഫ് സർക്കാരിന് പ്രതിസന്ധിയുണ്ടായിരിക്കുന്നത്. അന്ന് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരുന്നതും സ്ത്രീ വിഷയം തന്നെയാണ്. അതിന്റെ മറ്റൊരു ആവർത്തനമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കെ.ബി. ഗണേഷ് കുമാർ ഇപ്പോൾ സിനിമാ നടനോ സീരിയൽ നടനോ അല്ല, കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ മന്ത്രിയാണ്. ആ പദവിയോട് ഒരു അന്തസ്സ് കാണിക്കേണ്ടതുണ്ട്. തീർച്ചയായും ഒരു മന്ത്രിക്ക് നിരക്കാത്ത പ്രവൃത്തിയാണ് ഗണേഷ് കുമാറിന്റെ അടുത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ബിന്ദു മേനോന്റെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാകുന്നത്. ഗണേഷ് കുമാർ പറയുന്നതുപോലെ കേവലം പ്രണയമായി മാത്രം ചിത്രീകരിച്ച് ഈ സംഭവത്തെ ചെറുതാക്കി കാണാൻ എന്തായാലും സാധിക്കുകയില്ല. വാളകത്തെ വീട്ടിൽ ഗണേഷ് കുമാറിനെ കണ്ടത് വളരെ മോശം സാഹചര്യത്തിലാണെന്നും ശ്രീലേഖയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് സഹായം തേടിയതെന്നുമാണ് ഭാര്യ വെളിപ്പെടുത്തിയിരിക്കുന്നത്. തൽക്കാലം ഈ വാക്കുകളെ വിശ്വസിക്കാനേ നമുക്ക് കഴിയൂ. തെളിവുകൾ, അതായത് ഫോട്ടോകൾ, തന്റെ മൊബൈലിലുണ്ടെന്നാണ് ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദു മേനോൻ വ്യക്തമാക്കിയിരിക്കുന്നത്. മാധ്യമങ്ങളുടെ മുന്നിൽ തനിക്കെതിരെ ഗണേഷ് കുമാർ പറഞ്ഞതുകൊണ്ട് എല്ലാം തുറന്നു പറയുകയാണെന്നു പറഞ്ഞാണ് നടന്ന സംഭവങ്ങൾ അവർ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. മുൻ DGP ശ്രീലേഖ തന്റെ ബന്ധുവാണെന്നും അവരുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് സഹായം തേടിയതെന്നും പറഞ്ഞ ബിന്ദു മേനോൻ പോലീസ് സഹായം കിട്ടിയില്ലെന്ന പരാതിയും ഉന്നയിച്ചിട്ടുണ്ട്. ഫോട്ടോ എടുത്ത് പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ മന്ത്രിയുടെ സ്റ്റാഫ് തടയുകയും ഫോൺ പിടിച്ചുവാങ്ങാൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന് മാത്രമല്ല, വീടിന് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കാതെ വാതിൽ അടച്ചുകളഞ്ഞതായും അവർ പറയുന്നുണ്ട്. പോലീസിനെ വിളിച്ചതിന് പിന്നാലെ അവിടെയുണ്ടായിരുന്ന സ്ത്രീയെ കാറിൽ കയറ്റി വിടുകയായിരുന്നു എന്ന് പറഞ്ഞതും ഗണേഷ് കുമാറിന്റെ ഭാര്യയാണ്. അവർ മുഖ്യമന്ത്രിയുടെ മകളോടും ഈ വിവരം വിളിച്ചു പറഞ്ഞിരുന്നു എന്നതിനാൽ ഗണേഷ് കുമാറിനോട് മുഖ്യമന്ത്രി ഇതിനകം തന്നെ വിശദീകരണം തേടിയിരിക്കാനും സാധ്യതയുണ്ട്. നിയമ നടപടിക്കില്ലെന്ന് ഒരു ചാനലിനോട് നടത്തിയ പ്രതികരണത്തിൽ ഗണേഷ് കുമാറിന്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുമോ എന്നത് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. പരാതി നൽകിയാലും ഇല്ലെങ്കിലും നിയമത്തിന്റെ മുന്നിൽ ഇത് ഗൗരവമായ ഒരു കേസായി മാറുമോ എന്നതിൽ സംശയമുണ്ട്. കാരണം മന്ത്രിയായാലും വ്യക്തിയായാലും പരസ്പര സമ്മതത്തോടെ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധത്തിലേർപ്പെട്ടാൽ അതിനെതിരെ കേസെടുക്കാൻ പോലീസിന് വകുപ്പില്ല. എന്നാൽ ഗാർഹിക പീഡനത്തിന് ഭാര്യ കേസ് കൊടുത്താൽ ഗണേഷ് കുമാർ കുടുങ്ങും. എങ്കിലും അതൊരു കുടുംബവഴക്ക് കേസായാണ് മാറുക. അതല്ലെങ്കിൽ ഗണേഷ് കുമാറിനൊപ്പമുണ്ടായിരുന്ന സ്ത്രീക്ക് ഭർത്താവുണ്ടെങ്കിൽ അയാൾ പരാതി കൊടുത്താലും കേസെടുക്കാൻ പോലീസിന് കഴിയും. ഇക്കാര്യങ്ങളിലെല്ലാം പോലീസ് ഉന്നതലും മുഖ്യമന്ത്രിയുടെ ഓഫീസും എടുക്കുന്ന തീരുമാനമാണ് നിർണായകമാകുക. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായി കർശന നടപടി സ്വീകരിച്ച സാഹചര്യത്തിൽ സ്വന്തം മന്ത്രിസഭയിലെ മന്ത്രിക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അത് ഇടതുപക്ഷത്തിനെ ആകെയാണ് പ്രതിരോധത്തിലാക്കുക. അവൾക്കൊപ്പം സ്ത്രീപക്ഷ സർക്കാർ എന്നൊക്കെ പറയുന്ന ഇടതുപക്ഷത്തിന്റെ വാദം തന്നെ പൊളിക്കുന്ന ഏർപ്പാടാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഗണേഷ് കുമാർ നടത്തിയിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയം ഇടതുപക്ഷത്തിന് ഉയർത്താൻ പറ്റുക? അത്തരം പ്രചരണം ഇനി ക്ലച്ച് പിടിക്കാൻ സാധ്യതയില്ലെന്ന് തന്നെയാണ് എന്റെ വിലയിരുത്തൽ. ഈ കേസിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് പോലെ താരതമ്യം ചെയ്യാൻ പറ്റില്ലെങ്കിലും ജനപ്രതിനിധികൾ എന്ന നിലയിൽ കാണിക്കേണ്ട സാമാന്യ മര്യാദയും മൂല്യങ്ങളും കാത്തുസൂക്ഷിക്കുന്നതിൽ അവർ രണ്ടുപേരും ഒരുപോലെ പരാജയപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ തെറ്റിന്റെ വ്യാപ്തി മാത്രം ചർച്ച ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. കോൺഗ്രസിനെ പോലെയല്ല ഇടതുപക്ഷം എന്ന് പറയുന്നത്. അവിടെ ഇത്തരം ആരോപണമുയർന്നാൽ നടപടിയും അന്വേഷണവുമൊക്കെ സ്വാഭാവികമായി നടക്കാറുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ അടുത്ത കാലത്തായി ഇടതുപക്ഷത്തിന് വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട്. ഒന്നാം പിണറായി സർക്കാരിൽ മന്ത്രിയായിരിക്കെ സ്ത്രീ വിഷയത്തിൽപ്പെട്ട് രാജിവെക്കേണ്ടി വന്ന NCP നേതാവ് AK ശശീന്ദ്രന് വീണ്ടും സീറ്റ് നൽകി മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് മന്ത്രിയാക്കിയത് പിണറായി വിജയനും CPM-നും പറ്റിയ ആദ്യ തെറ്റാണ്. ഈ മന്ത്രി അടുത്ത കാലത്ത് ഒരു വനിതാ ഫോറസ്റ്റ് ഓഫീസറുമായി ബന്ധപ്പെട്ട വിവാദത്തിലും ഉൾപ്പെട്ടതായാണ് പുറത്തുവന്നിരിക്കുന്ന വിവരം. ഇത് സംബന്ധമായി ഇന്റലിജൻസ് റിപ്പോർട്ട് വരെ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ഇത് ഘടകകക്ഷിയുടെ കാര്യമാണെങ്കിൽ ഇനി CPM-ലെ ചില കാര്യങ്ങൾ പറയാം. പാലക്കാട്ടെ പ്രധാന CPM നേതാവും MLA-യുമായിരുന്ന PK ശശിക്കെതിരെ മുൻപ് പരാതി നൽകിയിരുന്നത് DYFI പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗമായ വനിതാ നേതാവായിരുന്നു. അന്ന് പാർട്ടിയിൽ നിന്നും PK ശശിയെ CPM പുറത്താക്കിയിരുന്നുവെങ്കിൽ ഇന്ന് പാലക്കാട്ട് CPM-നെ വെല്ലുവിളിക്കുന്ന രൂപത്തിലേക്ക് ശശി എത്തില്ലായിരുന്നു എന്നതും ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെ CPM സ്ഥാന കമ്മിറ്റി അംഗവും കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന P ശശിക്കെതിരെ പാർട്ടിയിൽ പരാതി നൽകിയിരുന്നത് കണ്ണൂരിലെ പ്രമുഖ DYFI വനിതാ നേതാവായിരുന്നു. അന്ന് പാർട്ടി നടപടിക്ക് വിധേയനായ ശശിയെ പിന്നീട് സകല മാനദണ്ഡങ്ങളും ലംഘിച്ചാണ് CPM സ്ഥാന കമ്മിറ്റിയിലേക്ക് ശരവേഗത്തിലെടുത്തിരുന്നത്. അതുമാത്രമല്ല, അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാക്കി പിന്നീട് നിയമിക്കുകയും ചെയ്തു. ഇങ്ങനെ വൃത്തികെട്ട ഒരു പശ്ചാത്തലമുള്ളയാളെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാക്കിയത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ്. നടപടി വന്നാൽ, അതായത് മന്ത്രിസ്ഥാനത്ത് നിന്നും നീക്കിയാൽ കെ.ബി. ഗണേഷ് കുമാർ ചൂണ്ടിക്കാണിക്കാൻ പോകുന്നതും ഇതൊക്കെ തന്നെയായിരിക്കും. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.